നമസ്കാരം. ജ്യോതിഷത്തെ മനസ്സിലാക്കുക എന്ന വീഡിയോ സീരീസിൻ്റെ 7ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വ്യാഴഗ്രഹത്തെ പറ്റി മനസ്സിലാക്കാം. ഗുരുഗ്രഹം ജ്ഞാനം, ധർമ്മം, ഭാഗ്യം, സമൃദ്ധി എന്നിവയുടെ കാരകനാണ്. ഗ്രഹസ്വഭാവം അനുസരിച്ച് വ്യാഴം പ്രകൃത്യാ ശുഭൻ ആകുന്നു. ഗുണം സത്വഗുണവും ആകുന്നു. വ്യാഴത്തിൻ്റെ ദിക്ക് വടക്ക് കിഴക്ക് ആകുന്നു. കാലം ശിശിരമാകുന്നു. രത്നം പുഷ്യരാഗം ആകുന്നു. ലോഹം സ്വർണവും, രസം മധുരവും, വൃക്ഷം ഫലവൃക്ഷവും ആകുന്നു. കാലാദികളിൽ മാസമാകുന്നു വ്യാഴത്തിൻ്റേത്. കുട്ടികൾ ആകുന്നു ബന്ധുകാരകത്വം. ഗൃഹത്തിലെ സ്ഥാനം കലവറ ആകുന്നു. നിറം മഞ്ഞ ആകുന്നു. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ വ്യാഴം ധരിക്കുന്നു. വ്യാഴത്തിന് 12 കിരണങ്ങളുണ്ട്. വ്യാഴം പുരുഷഗ്രഹമാകുന്നു. വ്യാഴത്തിൻ്റെ ഗ്രഹതത്വം ആകാശമാകുന്നു. വ്യാഴം ജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു. വ്യാഴത്തിന് സൂര്യൻ, ചന്ദ്രൻ, കുജൻ എന്നിവർ ബന്ധുക്കളും ശനി സമനും ബുധനും ശുക്രനും ശത്രുവും ആകുന്നു. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴം ദീർഘൻ ആകുന്നു. വ്യാഴത്തെ പുത്രകാരകൻ, ധനകാരകൻ എന്നിങ്ങനെ പറയുന്നു. ധനം, സ്വർണം, കീർത്തി, പുത്രൻ, ബന്ധുക്കൾ, ബുദ്ധി, ചൈതന്യം, സുഖം, ദൈവഭക്തി, ദയവ്, ഭാര്യാസുഖം, ഭർത്തൃസുഖം, സദ്ഗതി, സാത്വികം, നല്ല പ്രവൃത്തി, വടക്ക് കിഴക്ക് ദിക്ക് എന്നിവയെല്ലാം വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഇവയുടെ എല്ലാം കാരകൻ ആകുന്നു വ്യാഴം. വ്യാഴത്തിൻ്റെ അധിദേവത ഭഗവാൻ മഹാവിഷ്ണു ആകുന്നു. വ്യാഴഗ്രഹദോഷം നീങ്ങാൻ ചെയ്യേണ്ട ലളിതമായ പരിഹാര മാർഗങ്ങൾ നമുക്ക് വരുന്ന ബുധനാഴ്ച മനസ്സിലാക്കാം. അന്ന് രാവിലെ 7 മണിക്ക് വീണ്ടും കാണാം.